കാണുന്നത്. അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് പ്രധാനപ്പെട്ട വിശ്വസ്തർക്കെതിരെയാണ് CPM-ന്റെ സിറ്റിംഗ് MLA ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ അന്വേഷണം പ്രഖ്യാപിച്ചത് ഒരു വെറും പ്രഹസനം മാത്രമാണ്. ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP-ക്കെതിരെ DGP-യെ തലവനാക്കി കീഴുദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണ് പറയുന്നത്. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ല. P. ശശിക്കെതിരായി ഉയർന്നു വന്ന ഗൗരവതരമായ ആരോപണങ്ങളിൽ ഒരു നടപടിയുമില്ല. മുഖ്യമന്ത്രി ഈ രണ്ടു പേർക്കെതിരെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇടപാടുകളെ പറ്റിയിട്ടും ശരിയായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. അതറിഞ്ഞാണ് അൻവർ ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം ശരിക്കും ചെന്ന് തറച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണ നാടകമാണ് ഇപ്പോൾ നടക്കുന്നത്. സത്യം തെളിയാൻ പോകുന്നില്ല. ഇന്നലെ ഗോവിന്ദൻ മാഷ് വലിയ വർത്തമാനം പറഞ്ഞു. CPM വളരെ ശക്തമായ നിലപാടാണ്, എല്ലാവരെയും നടപടിയെടുക്കും, അന്വേഷണം നടക്കുമെന്നൊക്കെ. ഗോവിന്ദൻ മാഷിക്ക് ശരിക്കും നല്ലത് ഇപ്പോൾ ഈ പാർട്ടി പണി അവസാനിപ്പിച്ചിട്ട് കാശിയിൽ പോയിട്ട് ഭജന വിരിക്കുന്നു. അദ്ദേഹം എന്ത് വലിയ വർത്തമാനമാണ് ഇന്നലെ പറഞ്ഞത്. ഇന്ന് എന്താ നടന്നത്? എവിടെയാ മാറ്റം ഉണ്ടായിരിക്കുന്നത്? ഇന്നലെ മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഇതാ മാറുന്നു. വലിയ പോലീസ് അസോസിയേഷന് മുമ്പിൽ പ്രസ്താവന. എല്ലാവരും വിചാരിച്ചു, മാധ്യമങ്ങളെല്ലാം ഒരു ദിവസം മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. തൽസ്ഥാനങ്ങളിൽ അവർ രണ്ടുപേരും ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു അന്വേഷണം ഇവിടെ നടക്കാൻ പോകുന്നില്ല. അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയം? ഗുരുതരമായ വിഷയങ്ങളല്ലേ. ഫോൺ ചോർത്തിയിരിക്കുന്നു, CM-ന്റെ മന്ത്രിമാരുടെ, മയക്കുമരുന്ന് കടത്തുന്നു, സ്വർണം കടത്തുന്നു, സ്വർണം പൊട്ടിക്കുന്നവരെ സഹായിക്കുന്നു, കൊലപാതകം നടത്തുന്നു, അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള അതീവ ഗുരുതരമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നാം കേട്ടിട്ടില്ലാത്ത അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ആ ആരോപണങ്ങളിൽ കുറ്റക്കാരെ ശിക്ഷിക്കാനാണെങ്കിൽ സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ടുമുണ്ട് അന്വേഷണം. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഒരു നാടകമാണ്, ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. മല എലിയെ പ്രസവിച്ചതുപോലെയായി പിണറായി വിജയന്റെ അന്വേഷണം. ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ഇടതുപക്ഷ MLA ആണ്. മാത്രമല്ല അദ്ദേഹം ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമല്ല P. ശശിയെ പോലൊരു പൊളിറ്റിക്കൽ നേതൃത്വത്തിനെതിരെ കൂടിയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ CPM-നകത്തുള്ള ഒരു നീക്കം തന്നെയായിട്ട് CPM-ന്റെ അകത്തു നിന്നുള്ള ഒരു നീക്കത്തെയും പിണറായി വിജയന് മുമ്പിൽ ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെന്നല്ല ഇത് കാണിക്കുന്നത്. ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അൻവർ മാത്രമല്ലല്ലോ. ഇന്നലെ അതിനുശേഷം പലരും പറഞ്ഞല്ലോ P. ശശിയെ പറ്റി. എന്താ അന്വേഷണം നടക്കുന്നത്? അവരെ ഈ സ്ഥാനത്തിരുത്തിക്കൊണ്ട് എന്ത് അന്വേഷണമാണ് സർക്കാർ നടത്താൻ പോകുന്നത്? അപ്പൊ അതുകൊണ്ട് ഇതിൽ നാടകം കളിക്കുകയാണ്. ഇത് കസേര ഉറപ്പിക്കാനുള്ള നീക്കമാണ്. ശരിക്കും അന്വേഷിച്ചാൽ മുഖ്യമന്ത്രിയിലേക്ക് ഇത് എത്തും. ആ ഭയമുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഇവരെ രണ്ടുപേരെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ നാടകം ഇവിടെ നടത്തുന്നത്. അല്ല, ഇവരെല്ലാം ഒരു കോക്കസ് തന്നെയല്ലേ. P. ശശി സ്വന്തമായിട്ടല്ലല്ലോ. P. ശശിയുടെ ആവശ്യങ്ങൾ ADGP ലോ ആൻഡ് ഓർഡറിലൂടെ നടപ്പാക്കുകയാണ്. അവരുടെ താഴെയുള്ള SP-മാർ വഴി ബാക്കി കാര്യങ്ങൾ നടത്തുകയാണ്. ഇതല്ലേ സത്യം. അപ്പൊ അത് ഒരു CPM MLA പറഞ്ഞു. ഇത് മറ്റുള്ളവരുടെ പേരിൽ ചാരിയിട്ട് കാര്യമില്ല. എനിക്ക് അൻവറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ അൻവറിന്റെ പുറകില് റബ്ബറിന്റെ നട്ടല്ലാണോ? അൻവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഗോവിന്ദ മാഷ് ഇതിന് ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരു നടപടിയും ഇല്ലെങ്കിൽ ഇവരെന്തിനാണ് ആ പാർട്ടിയിൽ ഇരിക്കുന്നത്? ജനങ്ങളെ കബളിപ്പിക്കുകയല്ലേ സത്യത്തിൽ. അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ച് ഗൗരവതരമായ ഈ ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസിക്ക് അവർ കൈമാറട്ടെ. കാരണം ഇതിൽ ഫോൺ ചോർത്തലടക്കം വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇത് കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറണം. അതാണ് വേണ്ടത്. ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. ഈ ആവശ്യമാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് രണ്ടാമതും ഒരു സ്വർണ്ണക്കടത്ത് ആരോപണം വരുന്നത്. നേരത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി. അതേന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 വൻതോക്കുകൾ സ്വർണ്ണക്കള്ള കടത്തുന്നു, പിന്നെ മറ്റെല്ലാ കള്ളക്കടത്തും നടത്തുന്നു എന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? അപ്പൊ ഇനി എന്ത് പ്രതിരോധമാണ് തീർക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പഴി കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് എങ്ങനെയാണ് ഇരിക്കാൻ കഴിയുന്നത്? അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ലജ്ജ എന്നൊരു പദം ഉണ്ടെങ്കിൽ എപ്പോഴും രാജിവെച്ച് പോകണം അദ്ദേഹം. അൻവർ പറയുന്നത് വെച്ചിട്ട് ഇതൊരു സ്വർണം പൊട്ടിക്കൽ പങ്കിടലുമായി ബന്ധപ്പെട്ട വിഷയമാണ് തോന്നുന്നുണ്ട്. കാരണം പിന്നാലെ ഇതിന് അൻവറിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരും എന്നോട് പ്രതികരണം കൂടി ശ്രദ്ധിച്ചാൽ അങ്ങനെ മനസ്സിലാക്കണ്ടേ? അല്ല, ഇപ്പൊ ഉയർന്നു വരാൻ കാരണം കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലെ തർക്കമൊക്കെ ആയിരിക്കും. പക്ഷെ എന്താണ് ആരോപണം വന്നിരിക്കുന്നത്? CM-ന്റെ ഓഫീസിലിരുന്ന് ഈ പണിയെല്ലാം നടക്കുന്നു.
കള്ളക്കടത്ത്, മയക്കുമരുന്ന് വ്യാപാരം, ഫോൺ ചോർത്തൽ, ഭീഷണിപ്പെടുത്തൽ, ഇതൊക്കെ നടക്കുന്നു എന്നല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ആരോപണത്തെ പറ്റി ഗൗരവമായി അന്വേഷിക്കുമെന്ന് പാർട്ടി പറഞ്ഞു. മുഖ്യമന്ത്രിയും പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു. പക്ഷെ എന്താ നടക്കുന്നത്? അതാണ് ഗൗരവം. അതുകൊണ്ട് ഇത് വെറുതെ ആളുകളെ കബളിപ്പിക്കുകയാണ്. സ്വന്തം കസേര സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഒരു പ്രഹസനം മാത്രമാണ് ഈ അന്വേഷണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. മറ്റൊരു കാര്യം, ഈ പി ജയരാജൻ ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട ഒരൊറ്റ കാരണത്താലാണ് അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. മാത്രമല്ല പി ജയരാജനെ കൂടുതൽ പ്രശ്നങ്ങളും നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അതിനെ BJP എങ്ങനെയാണ് കാണുന്നത്? പി ജയരാജൻ ഈ മുതിർന്ന നേതാക്കളെയെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പിണറായി വിജയൻ അകറ്റുകയാണ്. മരുമകനെ അരിയിട്ട് വാഴിക്കാനാണോ ഈ നീക്കം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ ഒരു 5 മിനിറ്റ് കണ്ടു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു പദവിയിൽ നീക്കം ചെയ്യാന്ന് പറഞ്ഞാൽ അസാധാരണമായ ഒരു നടപടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കാത്തൊരു കാര്യം. രാഷ്ട്രീയ നേതാക്കൾ ആരെല്ലാം എവിടെയെല്ലാം പരസ്യമായിട്ട് കാണുന്നു. അപ്പൊ അദ്ദേഹത്തെ കണ്ടത് ഒരു വലിയ കുറ്റമായി അദ്ദേഹത്തിന്റെ മുകളിൽ ചാർത്തി അദ്ദേഹത്തിനെതിരെ ഇപ്പൊ നടപടിയെടുക്കും. മനുഷ്യത്വരഹിതമായ ഒരു നടപടിയായി. കാരണം പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന ആളൊരു മുൻ കേന്ദ്രമന്ത്രിയാണ്, ഒരു ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്, സമൂഹത്തിൽ വളരെ വലിയ വ്യക്തിത്വമാണ്. അങ്ങനെ ഒരാള് ഒരു 5 മിനിറ്റ് നേരം ഒരു വർഷത്തിൽ കണ്ടു, അതിന്റെ പേരിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് മാറ്റി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കുറച്ച് കാലങ്ങളായിട്ട് സുധാകരൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സുധാകരനെ മൂലക്കിരുത്തി. ഇപ്പോ ടീച്ചറെ ഒരു നിലയ്ക്കും രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല. പി ജയരാജനെ ഒതുക്കി. തോമസ് ഐസക് ഒതുക്കിയാലും പിന്നെ അദ്ദേഹം ഒതുങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് നാടകം കളിക്കുകയാണ്. CPM-ലെ മുതിർന്ന നേതാക്കളെല്ലാം മൂലക്കിരുത്തി മരുമകനെ അരിയിട്ട് വാഴിക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന കുറച്ചു കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2026-ൽ മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന ഉദ്ദേശത്തിലാണ് പിണറായി വിജയൻ ഈ കരുക്കളെല്ലാം നീക്കുന്നത്. അതിന് ഓരോരോ കാരണം. BJP ഒരു കാരണം, പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു, ഒരു കാരണം ഉണ്ടാക്കി. ആ കാരണമൊന്നുമല്ല, അടിസ്ഥാനരഹിതമാണ് അതെല്ലാം. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരം മനുഷ്യത്വരഹിതമായ നടപടികൾ സ്വീകരിക്കാറില്ല. ഞാൻ അങ്ങനെയുള്ള ഊഹാപോഹങ്ങളൊന്നും പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പി ജയരാജനെതിരെ എടുത്ത നടപടി ആരും കേട്ടാൽ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. ഒരു മനുഷ്യത്വരഹിതമായ ഒരു നടപടിയായിപ്പോയി. അദ്ദേഹത്തെ പോലെ ഒരു സീനിയർ നേതാവിനെ ഒരു കാരണവുമില്ല, ഈ ഒരു കാരണം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനെ ഒതുക്കാൻ നേരത്തെ തന്നെ അവർ പണികൾ തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ മട്ടന്നൂരിൽ സീറ്റ് നിഷേധിച്ച് അന്ന് മുതൽ തുടങ്ങിയ പണിയാണിതെല്ലാം. കാരണം അദ്ദേഹം ഇരുന്നു കഴിഞ്ഞാൽ ഭരണം തനിക്കും കുടുംബത്തിനും മാത്രമായി നടത്താൻ കഴിയില്ല എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്ന വലിയൊരു അപജയത്തിന്റെ തെളിവാണ് ഇതെല്ലാം കാണുന്നത്. സുനിൽകുമാർ പൂര അലങ്കോലങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഒരു വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് കൊടുക്കാതെ വൈകിക്കുകയാണ്. സുനിൽകുമാറിന് പരാജയത്തിന്റെ അസ്കിത ഇപ്പോഴും മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പല കാരണങ്ങൾ അതേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി മതിൽ ചാടിക്കടന്ന് MP ആയതൊന്നുമല്ല. 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയതാണ്. അതുകൊണ്ട് ജയിച്ചു കഴിഞ്ഞപ്പോ പൂരംകാരനാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പല കാരണങ്ങളും ഉണ്ടാവും. തോറ്റു കഴിഞ്ഞിട്ട് പൂരം കാരണമാണ്, പൂരം മാത്രമാണ് കാരണം എന്ന് പറഞ്ഞാൽ പൂരത്തിന്റെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന പല തെറ്റായ സമീപനങ്ങളുണ്ട്. സുരേഷ് ഗോപിക്ക് അതിന് പിന്തുണ കിട്ടിയിട്ടുണ്ട്. എന്താ, പൂരത്തിന്റെ സ്റ്റാളുകൾക്കെല്ലാം 10 ഇരട്ടി വാടക നിശ്ചയിച്ചു. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തല്ലേ. സുരേഷ് ഗോപി അതിൽ ഇടപെട്ടു, ഞങ്ങൾ അതിൽ ഇടപെട്ടു, വിശ്വാസികളുടെ കൂടെ നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് ശബരിമലയിൽ ഞങ്ങൾ ഇടപെട്ടു, വിശ്വാസികളുടെ കൂടെ നിന്നു, ഞങ്ങളെ പിന്തുണ വർദ്ധിച്ചു. അപ്പം അതിന് ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം?